തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്താ പറയുക, നമുക്ക് 5 കൊല്ലം കൂടി മാറി മാറി വരുന്ന രാഷ്ട്രീയമല്ലേ. പാർട്ടിക്കാർ ഇപ്പോൾ ആരാ വരിക ആരാ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് ഭൂരിപക്ഷം ഒരു ജയിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോഴിക്കോട് ടൗണിലാകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭരണമാറ്റം കൊണ്ടും നിലവിലുള്ള ഭരണം കൊണ്ടും ഇപ്പോൾ നമുക്ക് കൂടുതലെന്ന് പറയാൻ പറ്റുന്നത് വെച്ചാൽ, ആര് ഭരിച്ചാലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. ഒരാളെ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. ആര് ഭരിച്ചാലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. ജനങ്ങൾക്ക് വിലക്കയറ്റം തടയണോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണോ, വികസനം വേണോ, എല്ലാവർക്കും പട്ടിണി കൂടാണ്ട് കഴിയേണ്ട അവസരം വേണോ. ഇതെല്ലാം നമ്മളതേ പറയുന്നുള്ളൂ. ഒരു വ്യക്തിനെ ഒരു പാർട്ടി നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം കൂത്തും ടൗണിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്, നമുക്ക് ഒരാളെ പറയാൻ പറ്റില്ല. ഇത്രേ പറയാൻ പറ്റും. ഇതിനാ പൊതുവെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസനമുണ്ട്. വികസനം അങ്ങനെ മോശമുള്ള വികസനമൊന്നുമല്ല. ആശുപത്രി ആയിക്കോട്ടെ, അതുപോലെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, വികസനമുണ്ട്. മറ്റുള്ള മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ ഈ മണ്ഡലം വികസനമുണ്ട്. വികസനം ഒരു പൊതുവേ കണ്ണൂരും തലശ്ശേരിയിലെടുത്ത് നോക്കുമ്പോൾ ഈ മണ്ഡലത്തിന് ഒരു വികസനം കാണുന്നുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലങ്ങളിപ്പം ഇപ്പം എല്ലാവരും മാറി ചിന്തിക്കാനെല്ലാം തുടങ്ങി. ഇപ്പം മാറാൻ ചാൻസ് ഇപ്പം 10 വർഷമായില്ലേ മാറി കമ്മ്യൂണിസ്റ്റ് മനുഷ്യരുടെ ഭരണം. ഇപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങളൊന്നും ചിന്തിക്കില്ലേ മാറിയിട്ട് ഒന്ന് എങ്ങനെയാണ് മാറിയിട്ട് എങ്ങനെ ഉണ്ടാവും. അപ്പം അതിനെപ്പറ്റി ഇപ്പം അറിയാനായിട്ട് അല്ല എന്ത് പറയുക അതിനെ പറ്റിയിട്ട്. ഇങ്ങനെ പൊതുവെ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ, അത് തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാ മനസ്സിലാകുന്നത്. അപ്പം ഇത് ഞാൻ നോക്കാം അങ്ങോട്ട്. നല്ല അഭിപ്രായം, നല്ല ഭരണം. എൻ്റെ 2 കുട്ടികളും ഭിന്നശേഷി കുട്ടികളാണ്. അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുള്ളൂ. അത്രയും സന്തോഷത്തോടെ പറയുന്നു. അത്രമാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വീടില്ല, ഒരു സങ്കടമുണ്ട്. ചെറിയ ജാഗപ്പരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഗവൺമെൻറ് ആക്കി തന്നിട്ട് അത് നല്ലതെന്ന് വിചാരിക്കുന്നു. കൈതേരി പായനമ്മയിൽ. അപ്പോൾ പിന്നെ ഭർത്താവിന് ചെറിയ കൂലിപ്പണിയുണ്ട്. അത് ഇവൻ്റെ ചികിത്സക്ക് തന്നെ ഗവൺമെൻറ് തരുന്നുണ്ട്. എന്നാലും ഇവൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് തികയുന്നില്ല പൈസ. അപ്പോൾ ഇവർ രണ്ടാളും അങ്ങനത്തെ കുട്ടികളാണ്. ആ ഒരു സങ്കടമുണ്ട്. പിന്നെ വീടാക്കി തന്നാൽ അത്രയും നല്ല ഗവൺമെൻറ്റിന് കൂടുതൽ നല്ല അഭിപ്രായം പറയാനുള്ളൂ. ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വികസനമല്ലേ കേരളത്തിൽ നടക്കുന്നത്. UDF വന്നാൽ 50 വർഷം മുന്നോട്ട് പോകും വികസനം. അതന്നെ നല്ല വികസനം നടക്കുന്നത്. ആ വികസനം ഇവിടെ കൂത്തുപറമ്പ് ഉണ്ടായിട്ടുണ്ട്. UDF അധികാരം വരണം. അവർ ജനങ്ങൾക്കല്ലാതെ ഭരണത്തോടുള്ള എതിർപ്പുകൊണ്ട് ശക്തമായിട്ട് അവർ ഇതുണ്ട്. 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടിരിക്കും. വോട്ടർകളെന്ന് പറയാമെന്ന് വെച്ചാൽ പിന്നെ ഒരു 3-ാം വർഷത്തിലേക്ക് നമ്മളെ പിണറായി സർക്കാർ അടുത്തുകൊണ്ടിരിക്കുക. സാധാരണക്കാരന് ക്ഷേമനിധി പെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രി വികസനത്തിൻ്റെ കാര്യം, നാഷണൽ ഹൈവേ, പിന്നെ സ്കൂളുകൾ, ഇത്രയധികം ഈ 10 വർഷത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു പുരോഗതി ഒരു ആൾ ഭരിച്ചിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഇടതുപക്ഷം ഒന്നും കൂടി വരണം എന്നുള്ളതാണ്. പിണറായി സർക്കാർ ഒന്നും കൂടി വരേണ്ടതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. അതിൽ കൂടുന്ന പറയട്ടെ, വികസനമല്ലേ നിങ്ങളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ വികസനത്തിൻ്റെ മുമ്പിലല്ലേ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തും. കൂത്തുപറമ്പ് മണ്ഡലം വികസനം വളരെ മോശമാണ്. പൊതുവെ വികസനം വളരെ മോശമാണ് ഇവിടെ. പിന്നെ വേറെന്താ പറയണ്ടേ, പെരുന്നാൾ നോക്കട്ടെ എന്ത് വികസനം ഉണ്ടാവും എന്നുള്ള കാര്യം അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വികസനം ജനങ്ങളെത്തേണ്ടത്, ജനങ്ങളെത്തിയാൽ വികസനം ഉണ്ടാവും. ഓരോ ജനങ്ങൾക്ക് വികസനം ഉണ്ടാകണ്ടേ. ജനങ്ങൾക്ക് അതിൻ്റേതായ ഗുണമുണ്ടെങ്കിൽ വികസനം ഉണ്ടാവും. ആ ഗുണം കിട്ടുന്നില്ല പലപ്പോഴായിട്ട്. ഇലക്ഷൻ വരുമ്പോൾ 100 എന്താ പറയുക, ഒരുപാട് ഇതുണ്ടാവും, അവർക്ക് ഒരുപാട് കാര്യം നടത്താനുണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളും ഉണ്ടാവില്ല, കോളും ഉണ്ടാവില്ല. ഇതാണ് സംഭവം ഇവിടെ. എവിടെ എന്നല്ല, എവിടെയും കേരളത്തിൽ മൊത്തം അങ്ങനെയാണ്. വോട്ടർ എന്ന നിലയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭരണം വരണം. അതാണ് ഇത്. അഴിമതിയും തൂർത്തുമില്ലാത്ത നല്ല ഭരണം വരിക. അതാര് തന്നെയായിക്കഴിഞ്ഞാലും ജനങ്ങൾക്ക് ജനോപകാരപരമായ ആയിരിക്കണം. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇത് കൂത്തുപറമ്പാണ്. ഇവിടുത്തെ വികസനം എന്നൊക്കെ പറയുന്നത് എല്ലാം കേന്ദ്രത്തിൻ്റെ വികസനം തന്നെയല്ലേ അല്ലേ. പിന്നെ ഓക്കെ, മോശമൊന്നുമില്ല. വികസനം LDF ജയിക്കും. തുടർഭരണം ഉണ്ടാവും, ഉറപ്പായിട്ടും വരും. വികസനം ഇതുപോലത്തെ വികസനം വേറെ ഉണ്ടായിട്ടില്ലല്ലോ. കൃത്രിമത്വം ഇല്ലാണ്ട് കാര്യങ്ങൾ നടന്നു പോകണം, അത്രയേ എനിക്ക് പറയുള്ളൂ. കൃത്രിമത്വം ഇല്ലാണ്ട്. ഓക്കെ.
നല്ല വികസനമല്ലേ, എല്ലാ ആവശ്യങ്ങൾക്കെല്ലാം ഇവിടെ വരാനുള്ള നല്ലതന്നെ. ഇനി അടുത്തത് ഇടതുപക്ഷം വരാനല്ലേ അല്ലേ ചാൻസ് ഉണ്ടാവുക. മറ്റവർ വന്നാലെന്താ കുളം തോർന്നു എന്നല്ലേ പറയുന്നതായിട്ട്. കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ള വികസനമൊക്കെ തന്നെയാണുള്ളത്. ഒരു ഭരണമാറ്റം തീർച്ചയായും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വികസനം ഇതേപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ കേരളമല്ലേ, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. പക്ഷേ എന്താ, ഇവർ ചെയ്യുമ്പോൾ അവർ ചെയ്യാൻ സമ്മതിക്കില്ല, അവർ ചെയ്യുമ്പോൾ ഇവർ ചെയ്യാൻ സമ്മതിക്കില്ല. ഒന്നും എവിടെ എത്തുന്നില്ല. നമ്മൾ അതിൻ്റെ എന്താ പറയുക, പോരായ്മകൾ കൊണ്ട് നമ്മളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടെന്ന നിലയിൽ നമ്മുടെ ഒരു നാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടിൽ നമുക്ക് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ നമുക്ക് നാടിന് വേണ്ടി നല്ലൊരു സംഭരണം തരുന്ന ഒരാളായിരിക്കണം വരുന്നവർ എന്നുള്ള ഒരു ഇത് നമുക്ക് നാട്ടിന് വേണ്ടിയിട്ട് എത്ര സേവിക്കാൻ പറ്റും അത്രയും സേവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂത്തുപറമ്പ് മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായം തന്നെയാണ്. കൂത്തുപറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ മണ്ഡലം കൂടിയല്ലേ, അതുകൊണ്ട് നന്നായിട്ടുള്ള ആൾ തന്നെ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. വോട്ട് നിലയിൽ പിന്നെ അല്ല ഇപ്പം വരയ്ക്കും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ചിലപ്പോൾ എങ്ങനെയാണ് മാറി വരുമോ തന്നെ അറിയില്ല. അതന്നെ 3.0 മൂന്നാമതും വരും, അത്ര തന്നെ, അത് ഉറപ്പാ. 3.0 സഖാവ് പിണറായി വിജയൻ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയാകും, ഗ്യാരണ്ടി. എന്ത് പറയാനപ്പോൾ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത്രേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ജയിച്ചോളൂ. വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LDFിൻ്റെ വികസനം നല്ല വികസനമാണ്. LDF വേണമെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ ആടുകടയല്ല, എനിക്ക് സ്ഥാനാർത്ഥി അങ്ങ് മട്ടന്നൂരാ. LDFിനെ വരണമെന്നാണ് എൻ്റെ ധാരണ. ഏതെല്ലാം നമ്മൾ നല്ല പ്രവർത്തിക്കണം. ആ ജയിക്കാൻ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത് തന്നെ. ഒരെന്ത് വികസനം നല്ല ഉഷാറില്ല, എല്ലാം നല്ല വികസനം. കേരളത്തിൽ അന്യത്തിലെ വികസനം വേണ്ട. എന്താ പറയുക, നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആർക്കാലും കൊടുക്കാത്ര തന്നെ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. നല്ല ഭരണം ആര് കാഴ്ചവെക്കുന്നോ അവർ ജയിച്ചു വരണം. കൂത്തുപറമ്പ് മണ്ഡലത്തിലല്ല ഞാൻ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ. കൂത്തുപറമ്പ് പിന്നെ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് മത്സരിക്കുന്നത്, പ്രവീണ്. ബ്രദർ എന്നല്ല, എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ്. പിന്നെ ബാക്കി എല്ലാവരും തന്നെ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും. വരുന്നപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ്. വികസനം നല്ല വികസനമല്ലേ, ഇപ്രാവശ്യം നടന്ന നല്ല വികസനം. വികസനം ഇപ്പം പോരാന്നാ തോന്നുന്നത്, കുറേ വരാനുണ്ട്. ഇനിയത്തെ എന്തെങ്കിലും ഇതായിട്ട് നല്ലോണം വരട്ടെ. മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഈ ഭരണം തന്നെ വരണമെന്ന് വിചാരിക്കുന്നു. സ്ത്രീകൾക്കുള്ള സുരക്ഷേൻ്റെ പെൻഷനിലല്ലേ. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. നമ്മൾ കേരളത്തിൽ എല്ലാം പോയി നയിച്ച് എല്ലാം പോയി, കംപ്ലീറ്റ് പോയി. വളരെ വിഷമം. ഇനി നല്ല ഭരണം വരണം കേരളം. ഭരണം മാറ്റം വരണം. ഇലക്ഷൻ്റെ നല്ല തീരുമാനം തന്നെ. LDF ജയിക്കുന്നില്ലാന്ന് വിചാരിക്കുന്നത്, അങ്ങനെ തോന്നുന്നത്. LDF തന്നെ ഇപ്രാവശ്യം കൊണ്ടുപോകുന്ന തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, മൊത്തത്തിൽ കേരളത്തിൽ തന്നെ നല്ലൊരു ഒരഭിപ്രായമാണ്. സ്ഥാനാർത്ഥി പ്രവീൺ. അതിപ്പോൾ എനിക്ക് അങ്ങനെ അയാളെ കണ്ടുപരിചയമില്ല. നമ്മൾ ഈ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾ, ഇടതുപക്ഷ ജനാധികാരനെ. അപ്പോൾ ഇവിടെ വരണമെന്ന് എൻ്റെ ആഗ്രഹം. ഓക്കെ, നല്ല വികസനം. ഇങ്ങനെ പോകുന്ന പോലെ പൈസയാക്കുന്നുണ്ടാവും. നമ്മളെ കണ്ട നമുക്കൊന്നുമില്ല. ഇവിടെ എല്ലാം വികസനം ഒന്നും ഇല്ല. ഇവിടെ എന്തെന്നാ വികസനമുള്ള എല്ലാം വരാനേ ഉള്ളൂ. മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. വികസനം നമ്മളെ റോഡെല്ലാം കാണുന്നില്ല, നല്ല വികസനമല്ലേ. ഇങ്ങനെയുള്ള വികസനങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ഭരണം തന്നെ തുടർഭരണം വേണമെന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. ആര് വന്നാലെന്നാ LDF തന്നെ വരട്ടെ. കൂത്തുപറമ്പ് മണ്ഡലം എങ്ങനെയാണ്? പോരാ, ശൈലജ ടീച്ചർ വരണേ. പക്ഷെ ഇവിടെ പേരാവൂറായതുകൊണ്ട് സംശയമല്ലേ. ടീച്ചർ ജയരാജേട്ടനുണ്ടെങ്കിൽ മതിയായിരുന്നു. വികസനമെല്ലാം നല്ല വികസനം തന്നെ, പക്ഷെ പറയാനൊന്നുമില്ല. ഭരണമാറ്റത്തിൻ്റെ ഇതിൻ്റെ അല്ല, നമുക്ക് ഏത് വന്നേലും നമുക്ക് കണക്ക് തന്നെയാണ്. നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ പറയാനങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് തുടർന്ന് പോട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹം. തുടർന്ന് തന്നെ പോയിക്കോട്ടെ. ഇനി മാറിയതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി ഇത് തന്നെ ആയാലും കാര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അതാണ് നല്ലത്. നമ്മളെ കേരളത്തിലുള്ള പ്രതിപക്ഷത്തിന് അവർക്ക് വാക്കുകൾ തന്നെ ദൗർബല്യം.
വികസനത്തെക്കുറിച്ച് അവർക്ക് ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ആണ് UDF ഇപ്പോൾ ജനങ്ങളോട് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം. ആലപ്പുഴ ആണെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലം നമ്മളെ കേരളത്തിൽ ആ ഒരു വലിയ അത്തരത്തിലൊരു പാലം ഇല്ല. അത് 12,000 13,000 ജനങ്ങൾ ജീവിക്കുന്ന ഒരു ദ്വീപിലേക്കാണ് 100 കോടി റുപ്യ കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ആ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അതുപോലെ അവർക്കുള്ള ദൈനംദിനമായി യാത്ര ചെയ്യാനും സൗകര്യം ഏർപ്പെടുത്താനും വേണ്ടിയിട്ട് ഈ LDF ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഒരു വിധത്തിൽ നമുക്ക് ഈ UDFൻ്റെ ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വിധത്തിൽ ഇത്തരം രൂപത്തിലുള്ള ഒരു വികസന കാര്യത്തിൽ പിന്നെ നമ്മളെ കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജനസമ്മതിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് LDFനുള്ള വലിയൊരു അംഗീകാരം കൊടുക്കേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു വിധത്തിൽ കൂത്തുപറമ്പ് സീറ്റിനെ കുറിച്ച് പിന്നെ LDF ആയിട്ടുള്ള നമുക്ക് പ്രവർത്തകന്മാരായിരിക്കും നമുക്ക് ഒരു പിന്നെ വിഷയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തോടും കൂടി ഈ പ്രവീൺ എന്നുള്ള സ്ഥാനാർത്ഥി ജയിച്ച് വരുന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. വോട്ടെണ്ണ നിലയെന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം ജയിക്കും എന്നാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ നല്ല അടിപൊളി ഹോസ്പിറ്റൽ വന്ന് ഹൈടെക് ഹൈസ്കൂൾ വന്ന് പിന്നെ റോഡുകൾ പണി നല്ല റോഡുകൾ ആയില്ല കൂത്തുപറമ്പിൽ. ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങും, പുതിയ ബസ് സ്റ്റാൻഡ് അത് അടുത്തുണ്ടാവും. അടുത്ത LDF വരണമെന്നാൽ അതും തുടങ്ങും. സ്ഥാനാർത്ഥി സൂപ്പറാണ്. പിന്നെന്താ നല്ല സിമ്പിൾ നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. അടുത്ത പക്ഷം ഇവിടെ LDFനെ വയ്ക്കും, യാതൊരു സംശയമില്ല. അതുപോലെ മറ്റേ സ്വപ്നത്തിൽ കാണുന്നില്ല ഇവിടെ പിന്നെ ആരാന്താന്ന് തന്നെ അറിഞ്ഞില്ല. ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. UDFന് മുൻതൂക്കം ഉണ്ടതായി കാണുന്നുണ്ട്. അധികാരത്തിൽ UDF കേരളത്തിലെ അധികാരത്തിൽ UDF വരുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. തലശ്ശേരിയിലെ വികസന മുരടിപ്പ് പാരമ്പര്യമായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ വികസനങ്ങൾ ഇന്ന് അന്യം നിൽക്കുകയാണ്. ഒരു സർക്കാർ പദ്ധതി പോലും കാണിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും സമ്മാനിച്ച തലശ്ശേരി ഇന്ന് തലശ്ശേരി നോക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടുന്ന യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും തലശ്ശേരി ഒരുക്കിയിട്ടില്ല. തലശ്ശേരിയിൽ UDF വിജയിക്കും. LDF വരുമെന്നല്ല കടന്നപ്പള്ളി കണ്ണൂരിൽ പൊതുവെയുള്ളൊരു അഭിപ്രായം അങ്ങനെയല്ലേ. ഒരു വികസനമുണ്ട് കടന്നപ്പള്ളി അല്ലേ, കണ്ണൂർ കടന്നപ്പള്ളി ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ജയിക്കണോ? ഈ സാഹചര്യത്തിൽ അധികവും കടന്നപ്പള്ളി ജയിക്കാനാണ് സാധ്യത. കാരണം സുധാകരൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. അതുകൊണ്ടിപ്പോൾ ആൾ മാറിയതുകൊണ്ട് ജനങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ശക്തനായ എതിരാളി എല്ലാ മറുവശത്തു നിന്നുള്ള ഒരു തോന്നൽ എൻ്റെ തോന്നലാണ്. പിന്നെ ആര് വന്നാലും കണ്ണൂരിന് നല്ലൊരു വികസനം പ്രതീക്ഷിക്കുകയും അതാണ് നമ്മളെ അഭിപ്രായം. ഒരു മാറ്റം വരട്ടെ. ഇപ്പോൾ കടന്നപ്പള്ളി ആണെങ്കിൽ തന്നെ കുറേ കാലമായി, അതിലൊരു മാറ്റം വരട്ടെ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ആര് വന്നാലും നാട്ടിനൊരു ഗുണം ഉണ്ടാകട്ടെ. യുവാക്കൾക്ക് നല്ല തൊഴിൽ, നാട്ടിൽ തന്നെ എല്ലാ കാര്യത്തിലും ഒരു സുസ്ഥിര വികസനം ഉണ്ടാകട്ടെ. പിന്നെ ഇവിടെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം. വരും, തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെ വരും. കാരണം അത്രയും നല്ല വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന തലശ്ശേരി. അപ്പം നമ്മൾ ഈ വികസനം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം. 3ാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയ വികസനം എന്ന് തന്നെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാ രീതിയിലും സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷനായാലും മറ്റു കാര്യങ്ങളായാലും മറ്റേ എല്ലാ വികസനങ്ങളായാലും ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. റോഡുകൾ നമ്മളിപ്പോൾ കാണുന്ന റോഡുകളെല്ലാം ഇത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമ്മളെ നടന്നു പോകുന്ന റോഡുകൾ, അതേമാതിരി പുതിയ പുതിയ പാലങ്ങൾ എല്ലാം ഈ ഇടതുപക്ഷ സർക്കാർ വന്ന ശേഷമാണ്. അതിപ്പം നമ്മുടെ മണ്ഡലത്തിലാണ് മുഴപ്പിലങ്ങാട് എൻ്റെ വീട്. മുഴപ്പിലങ്ങാട് തന്നെ വലിയ വലിയ വികസനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വലിയ വികസനം നടക്കുന്നുണ്ട്. അതേപോലെ മുഴപ്പിലങ്ങാട് ഡിസ്പെൻസറി നല്ല രീതിയിൽ ശരിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും നല്ല രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നല്ല ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇത്രയും ചരിത്രത്തിൽ തന്നെ ഇപ്പം നമ്മളെ കേരള സർക്കാരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു 10 വർഷത്തെ ഭരണം പോലെയുള്ള ഭരണം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ കടന്നപ്പള്ളിക്കാണ് ചാൻസ്. വികസനം എന്തായാലും ഉണ്ടല്ലോ, ഒരുപാട് വികസനം കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ പിണറായിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ. അതെല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ രാഷ്ട്രീയത്തിൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ.
ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇടതുപക്ഷം തന്നെ ഇവിടെ വരുള്ളൂ, ഇടതുപക്ഷത്തിൻ്റെ ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ പഴയ ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഇല്ല. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ നിറയ്ക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നിറയ്ക്കേണ്ട ഇപ്പോൾ ഈ ജൂബിലി കോംപ്ലക്സിൽ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. അതിപ്പോൾ ഇതാ പൊളിച്ചിട്ടിപ്പോൾ അത് വേറെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിയിട്ട് ഇപ്പോൾ അത് വിറ്റ് കൊടുത്താൽ അത് പാടില്ല. കാരണം ജനങ്ങൾക്കുള്ള സൗകര്യം കൂടി വേണ്ടേ, അല്ലാണ്ട് ഇതിങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവന്ന കാര്യമുള്ളത്. ആ ഒരു കാര്യം എനിക്ക് പറയാം. അപ്പോൾ അത് ആര് വന്നാലും അതിന് വേണ്ടിയിട്ടുള്ള നോക്കും എന്ന് മാത്രമേ എനിക്ക് പറയാം. LDF സർക്കാർ അധികാരത്തിൽ എന്തായാലും വരും, ഒരു മാറ്റമില്ല. അതായത് കേരളത്തിലെ പിന്നെ കഴിഞ്ഞ ഭരണകാലത്ത് നോക്കാന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് വലിയൊരു ഈ കാരണങ്ങൾ നല്ലൊരു ഇതേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും LDF സർക്കാർ മുന്നിട്ട് തന്നെ വരും അധികാരത്തിൽ. കണ്ണൂർ ജയിക്കേണ്ടത് നമ്മൾ ടി.ഒ. മോഹനൻ തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലമായില്ലേ കടന്നപ്പള്ളി ഇരിക്കുന്നത്, ഒന്നുമില്ല പ്രായമായില്ലേ. അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും മാറിക്കണ്ടല്ലേ. അപ്പം പിന്നെ നമ്മളെ UDF തന്നെ എന്താക്കി ടി.ഒ. മോഹൻ ജയിക്കണം എന്നുള്ള ഇതായിട്ട് വരട്ടെ. ടി.ഒ. മോഹൻ ജയിച്ചിട്ട് എന്താക്കട്ടെ, കണ്ണൂരിനൊരു വികസനം കൊണ്ടുവരട്ടെ, നിർബന്ധമായിട്ട് കൊണ്ടുവരണമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം മേയറും എല്ലാം UDFൻ്റെ ആൾ തന്നെയാണ്. അപ്പം പിന്നെ മൊത്തത്തിലൊന്ന് UDF തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താവും നമുക്ക് വികസനം വേണം. അപ്പം ആര് വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ കടന്നപ്പള്ളി വന്നാലും കുഴപ്പമില്ല, മോനേട്ടൻ വന്നാലും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും എന്ത് വേണം, വികസനം നിർബന്ധം. അപ്പോൾ വികസനത്തിന് ഇപ്പം എന്തായാലും UDF വരുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. 100 100 സീറ്റ് എന്നല്ലാന്ന് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ എന്താവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ UDF തന്നെ ഇവിടെ കണ്ണൂരും വരട്ടെ എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം LDFൻ്റെ തിരക്കുകളില്ലാതെ ഭൂരിപക്ഷത്തിന് വരുമെന്നാണ്. ഒന്ന്, കോൺഗ്രസിലുള്ള തമ്മിലടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇന്ന് വരെ സുധാകരൻ കണ്ണൂരിലെ ലീഡറാണ്, തിരക്കുള്ള നേതാവാണ്. പക്ഷേ ഇന്നും അയാൾ വിമർശിച്ചിട്ടാണ് പത്രങ്ങളെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ LDFന് മുൻതൂക്കം ഉണ്ടാവും. അതേമാതിരി തന്നെ NDAക്ക് ഒരു 3-4 സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലമായ അഭിപ്രായം. LDF എന്തായാലും ഭരണത്തിൽ വരണം എന്നത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. നാടിൻ വികസനത്തിനും അതേപോലെ ക്ഷേമകാര്യത്തിനും എന്തായാലും LDF തന്നെ അധികാരത്തിൽ വരണം. UDFനാണ് സാധ്യത. 10 വർഷം LDF വന്നു. കേരള കോൺഗ്രസിൻ്റെ പിന്നെ നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചു. ഇപ്പോൾ UDFനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ UDFൻ്റെ പഴയ കാലമുള്ള കുറച്ച് അടഞ്ഞു നിന്ന ആളെല്ലാം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. UDFനെ അനുകൂലിച്ചിട്ട് വന്നിട്ടുണ്ട്.